വി ആർ റിയലി ഹാപ്പി വിത്ത് ദ വർക്ക്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മനസ്സിൽ എന്താണോ കണ്ടത് അത് കറക്റ്റായിട്ടാണ് അവരെല്ലാം വളരെ സർപ്രൈസ്ഡ് ആയിപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ വീട് തീർക്കാൻ പറ്റിയെന്നുള്ളത്. ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ തോന്നുന്നില്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമസ്കാരം, എൻ്റെ പേര് പ്രണവ്. എൻ്റെ അമ്മയാണ് സനീഷ, അച്ഛൻ പ്രദീപ്. ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പോൾ ഞങ്ങൾ TBCനെ അപ്രോച്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രസകരമായ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ആദ്യം ഈ പ്ലോട്ട് നോക്കി പോകുന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് അക്ഷയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ മദറിൻ്റെ കസിൻ്റെ ഫ്രണ്ടാണ് അക്ഷയ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ ഇവർക്ക് വീട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തായിരുന്നു. ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്ലോട്ട് ഞങ്ങൾക്ക് സെറ്റായി വന്നു. അങ്ങനെ ആ പ്ലോട്ട് വാങ്ങിച്ചതിന് ശേഷം അക്ഷയനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. കൂടാതെ ഞങ്ങൾ 1-2 ടീംസിനെ വേറെയും ഞങ്ങൾ കോൺടാക്ട് ചെയ്തായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അക്ഷയും അക്ഷയുടെ പാർട്ട്ണറായ അപ്പൂസും കൂടെ നമുക്കൊരു ഡിസൈൻ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫ്ലോർ പ്ലാൻ ഞങ്ങൾക്ക് അയച്ചു തരികയുണ്ടായി. മറ്റ് ടീംസിനെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നല്ല വെളിച്ചം വേണം, കുറച്ച് നല്ല ഒരു ഇൻറ്റീരിയറൊക്കെ കുറച്ച് കാം ആൻഡ് നൈസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വേണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് അപ്പൂസും അക്ഷയും കൂടെ ചെയ്ത ഡിസൈനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലി ഇവരായിട്ട് തന്നെ പോകാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അക്ഷയോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ വീട് എത്രയും പെട്ടെന്ന് ഒരു 1 year ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂസും അക്ഷയും കൂടെ രണ്ടുപേരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറഞ്ഞു യെസ്, നമ്മളെ കൊണ്ട് പറ്റും, ഒരു കൊല്ലം ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് വീട് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് തരാൻ പറ്റും എന്ന് പറഞ്ഞു. എനിക്കും അമ്മയ്ക്കും കുറച്ച് ഡിസൈനിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പെക്യുലിയർ ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ആൽഫബറ്റ് എയിൻ്റെ ഷേപ്പിലുള്ള ഒരു വീടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡിസൈനായിരുന്നു ഞാൻ കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. അതേ സമയത്ത് എനിക്ക് ഒരു സ്ക്വയർ ഡിസൈനൊക്കെ വേണമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അക്ഷയുടെ ഓഫീസിനോട് ഞങ്ങൾ സജഷൻസ് പറഞ്ഞു. അവരതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു ഡിസൈൻ അവർ രണ്ടാമത് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ February 22 ഞങ്ങൾ കല്ലിടൽ ഉണ്ടായി. അതായത് 2023 വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഓരോ ഫേസും ഞങ്ങൾക്ക് കാണാൻ ഓരോ സമയത്ത് വരാൻ ഞങ്ങൾക്ക് കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു, കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇവരുടെ കോൺട്രാക്റ്റിൽ അതൊരു അഡീഷണൽ ഒരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫുൾ ടൈം 24/7 ക്യാമറ സർവൈലൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്റ്റേജസും വീടിൻ്റെ എല്ലാ സ്റ്റേജസും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഓരോ ഡേ ബൈ ഡേ ഞങ്ങൾക്ക് എന്താണ് ഇന്ന് രാവിലെ എന്തായിരിക്കും അതിൻ്റെ കണ്ടീഷൻ, വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടീഷൻ എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് അക്ഷയ് ആൻഡ് അപ്പൂസ് ഓൾ ദ ടൈം നമ്മളെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂം തന്നെയാണ്. പക്ഷേ ആ ബെഡ്റൂമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഒരു സംഭവമുണ്ട്. അതായത് ആ ബെഡ്റൂമിന് തൂണുകളില്ല, ബീമില്ല അടിയിൽ സപ്പോർട്ടായിട്ട്. കംപ്ലീറ്റ്ലി കാൻഡിലിവർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. എനിക്ക് ഫേവറേറ്റായിട്ട് ഇവിടെ എനിക്കൊരു ചെറിയ പോണ്ട് വേണമെന്നുണ്ടായിരുന്നു. കുറച്ച് ഫിഷസ് ഒക്കെ ഇട്ടിട്ട് ഒരു പോണ്ട് വേണമെന്നുണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ഉള്ള ശബ്ദം കേൾക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മളെന്താണോ മനസ്സിൽ കണ്ട് അവരോട് കൺവേ ചെയ്തത് അതനുസരിച്ച് തന്നെ അവരൊരു പോണ്ടും ഒരു ബുദ്ധയെ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ഫീലിംഗാണ് മനസ്സിൽ തോന്നുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഡൈനിങ് റൂം തന്നെയാണ്. 2nd ഫ്ലോറിൽ നിന്നും താഴേക്കുള്ള ലൈറ്റും ഫുള്ള് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല വെളിച്ചവും കാര്യങ്ങളും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എപ്പോഴും ഒരു നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. വീട്ടമ്മ എന്ന രീതിയിൽ മനസ്സിൽ എന്താണോ കണ്ടത് അത് കറക്റ്റായിട്ടാണ് എനിക്ക് അത് സാധിച്ചു തന്നത്. വീടിൻ്റെ ബെഡ്റൂം ഡിസൈൻസ് ആണെങ്കിലും പുറത്ത് ഡിസൈൻസൊക്കെ ആണെങ്കിലും വളരെ പോസിറ്റീവ് വൈബ് തരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ വീട്ടിനുള്ളിൽ
കിട്ടുക. വീട്ടിൽ വരുന്ന അതിഥികളായാലും ശരി എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട്. വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു വീടാണ് ഇതിനകം എന്ന് അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. ഈ വീട് ശരിക്കും 3300 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. വീട്ടിൽ വരുമ്പോൾ ഒരു ലിവിങ് റൂം ഉണ്ട്, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂം ഉണ്ട്, പിന്നെ 4 ബെഡ്റൂംസ് ഉണ്ട്. അതായത് 2 മാസ്റ്റർ ബെഡ്റൂംസ് ആണ്, 2 ഗസ്റ്റ് ബെഡ്റൂംസ് ഉണ്ട്, പിന്നെ ഒരു ജിം റൂം ഉണ്ട്, പിന്നെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്. അത് അച്ഛൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ, അച്ഛൻ്റെ ആഗ്രഹം ഒക്കെ വെച്ചിട്ട് ഒരു ഹോം തിയേറ്റർ നമ്മൾ പണിതിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് മേളിലൊരു ബാർ കം ഒരു ലിവിങ് ഏരിയ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പൊക്കത്ത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഏരിയ അല്ലെങ്കിൽ ഒരു ലോഞ്ച് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടീസോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വന്നിട്ട് ഒരു ചായ കുടിക്കാനുള്ള ഒരു കോൺറോ ആ ഒരു രീതിയിൽ ഞങ്ങളൊരു മൾട്ടിപർപ്പസ് പോലെ ഒരു ലോഞ്ച് നമ്മൾ ഏറ്റവും മേളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളിൽ വരുന്നത്. പിന്നെ 2 കിച്ചനും ഉണ്ട്, ഒരു ഡ്രൈ കിച്ചനും ഉണ്ട്, ഒരു വെറ്റ് കിച്ചനും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൽ വരുന്നത്. ഞങ്ങളെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ ഈ ഹൗസ് വാമിന് വന്നപ്പോഴത്തേക്കും വളരെ ആശ്ചര്യപ്പെട്ടു പോയ കാര്യമാണ്. അവരെല്ലാം വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഈ വീട് തീർക്കാൻ പറ്റുന്നുള്ളത്. പക്ഷെ അത് ശരിക്കും ഇവരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്. വി ആർ റിയലി ഹാപ്പി വിത്ത് ദ വർക്ക്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനേക്കാൾ കൂടുതൽ ഇവർ തരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഐശ്വര്യവും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പോസിറ്റിവിറ്റി എല്ലാം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. ആൻഡ് ആസ് എൻ്റെ മദർ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ തോന്നുന്നില്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾക്ക് വിദേശത്ത് തിരിച്ചു പോകേണ്ട സമയമായി, എന്നാലും വീട് വിട്ട് പോകുമ്പോൾ ഉള്ള ഒരു വിഷമം ഞങ്ങൾക്ക് ഇപ്പോഴേ തോന്നി തുടങ്ങി. പ്ലേസ് ടു കോൾ ഹോം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ, അഭിമാനത്തോടെ വിളിക്കാൻ പറ്റിയ ഒരു വീട് ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് പണിത് തരികയും ചെയ്തു. ആൻഡ് വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഹോപ്പ് all the best for them. They do a very good job in future as well. കുറേ കൂടുതൽ വർക്ക് അവർക്ക് കിട്ടട്ടെ.